എങ്ങനെയുണ്ടായിരുന്നു ഇത്? ഒരു ട്രക്കിംഗ് കൂടി ആണല്ലോ ഇപ്പോ, മലകളുടെ മേലെ കയറണം. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല രസമായിരിക്കും. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ഞാൻ മൗണ്ടൻ പേഴ്സൺ ആണ് ബേസിക്കലി. പക്ഷെ ഈ സിനിമ കഴിഞ്ഞ ഉടനെ ഞാൻ അത് താൽക്കാലികമായി ഒന്ന് മാറ്റി വെച്ചു. കാര്യം സാധാരണ നമ്മൾ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ മോസ്റ്റ്ലി പോകുന്നത് എവിടെയെങ്കിലും മൂന്നാറോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇമ്മീഡിയറ്റ്ലി പോകും. ഇത് അവിടെ നിന്നാണല്ലോ വരുന്നത്. എനിക്ക് ഏതെങ്കിലും എടപ്പള്ളി സിഗ്നലൊക്കെ കണ്ടാവുന്നത്. ആ ക്ലിഫ് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് സ്പേസ് ഉള്ള പോലെ തോന്നും, പക്ഷെ അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, സ്ലോപ്പാണ്. അപ്പൊ ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ആക്കിയാൽ നമ്മളവിടെ അപ്പൊ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്. അപ്പൊ ദിനിച്ചേട്ടൻ അവരുടെ എടാ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ ചോദിക്കണം. ഞാൻ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിനിമ മുന്നോട്ട് പോകില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്കോ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ടീം എക്കോ. വെൽക്കം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ദ കാന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. ആ ഒരു എക്സ്പെക്ടേഷൻ ഓൾറെഡി ആൾക്കാരിൽ ഉണ്ടാവും. അത് എങ്ങനെയാണ് ഈ ഫിലിമിലെ ലൈക്ക് അതിൽ കൂടുതലായിരിക്കും എക്കോ, അല്ലെങ്കിൽ വേറൊരു ജോണർ ആയിരിക്കുമോ, എങ്ങനെയായിരിക്കും? ആ എക്സ്പെക്റ്റേഷൻ 100%. അത് ആ എക്സ്പെക്റ്റേഷൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇതൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഒരു മൂവിയായിട്ട് കാണാൻ പറ്റുന്ന എനിക്കത് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന നിലയ്ക്ക് വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊരു എന്താ പറയുക, ഒരു സ്റ്റോറി വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേൾഡിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുമ്പോൾ അതൊരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മളെ ഇതുവരെയായിട്ട് കാണാത്ത ഒരു ടെറൈൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പുതിയൊരു അനുഭവമായിരിക്കും പ്രേക്ഷകന്. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ തന്നെയാണ് ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ട്രെയിലറിന് താഴെ കുറേ കമൻസ് ഉണ്ട്. ഹോളിവുഡ് ലെവൽ മേക്കിംഗ്, അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു കുറേ കമൻസ്. പക്ഷേ ഒരു മലയാളി സിനിമ പ്രേമി എന്ന നിലയിൽ മലയാള സിനിമയുടെ മേക്കേഴ്സ് മോളിവുഡ് മൂവിയുടെ സ്റ്റാൻഡേർഡാണ് ആക്ച്വലി ഹൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഇപ്പം വിഷ്വൽസ് ആണെങ്കിലും എല്ലാം കൊണ്ടും. അപ്പം ഈ ഒരു ടീം വീണ്ടും റീജോയിൻ ചെയ്യുമ്പോൾ ഒരു ലക്ക് ഫാക്ടർ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ആ പടം ഓൾറെഡി എന്താ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ കിഷ്കിന്ദ കാന്തം. നമ്മൾ വിചാരിക്കും ഓ ആ കുഴിയിൽ കുട്ടിയായിരിക്കും, പക്ഷെ അല്ല, ആ ഒരു സീനായിരുന്നു ആ ഒരു മൂവി കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുമ്പോൾ ഒരു ലക്ക് ഫാക്ടറും കൂടി വർക്കാകും എന്നൊരു പ്രതീക്ഷണോ? അല്ല, നമ്മൾ ജെന്യുവനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു സംഭവം. ആ സംഭവം പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഇൻറ്റൻഷൻ അത്രയും ട്രൂ ആണെങ്കിൽ അത് ആ റിസൾട്ടും വരുന്ന മീൻസ് ആ ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. 100% ആൾക്കാർക്കും ആ ഒരു അനുഭവം കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, പിന്നീടേടാ എന്താണ് ഇതിലെ ക്യാരക്ടർ, എങ്ങനെയാണ്? ഇതിന് കുറെ പ്രത്യേകതകളുള്ള ഒരു വിചിത്ര ജീവി. അന്നത്തെ സിനിമയിൽ ചോദിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു ഡയലോഗായിരുന്നു പറഞ്ഞു. അത് തിയേറ്ററിൽ പോയിട്ട് പ്രേക്ഷകർ കണ്ടിട്ട് ആസ്വദിക്കട്ടെ. അത് ഞാനിപ്പോ പറഞ്ഞ സ്പോയിലർ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങൾ അത് ട്രെയിലർ കണ്ട ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ടീസറിൽ കണ്ട അനുഭവം, അത് നിങ്ങൾക്ക് ഷുവറായിട്ടും അതിന്റെ മേലെ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള കഥാപാത്രമാണ്. ആൻഡ് ആസ് എൻ ആക്ടർ പെർഫോം ചെയ്യാനും ഭയങ്കര ചാലഞ്ചിങ്ങും എക്സൈറ്റിംഗ് ആയ ഒരു കഥാപാത്രം. പിന്നെ ഇവരോട് വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ്, രഞ്ജിത്തിന്റെയും ബാഹുവിന്റെ കൂടെ അവരുടെ ഒരു മാസ്റ്റർ പീസ് വർക്ക് ആയിരിക്കും ഇത് തീർച്ചയായിട്ടും. അതായത് കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ച് ഭയങ്കര സൂക്ഷിച്ചും കണ്ടോ ഓരോ വേർഡ്സ് പറയുന്നത്? അല്ല, അത് ഇതുകൊണ്ടാണ് ലൈക്ക് അത് സ്പോയിലേഴ്സ് ആവരുത്. ബിക്കോസ് അത് ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ആസ്വാദന നിലവാരം വേറെ തലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അത് പ്രേക്ഷകരെ ബഹുമാനിച്ചിട്ടാണ് അത് പറയുന്നത്. എന്റെയും ഈ പറഞ്ഞത് പിന്നെയും റിവീൽ ചെയ്യുന്നത് ഞാനത്. ഇയാളൊരു നേവിക്കാരനാണ്. അപ്പോൾ ഇയാളൊരു പ്രദേശത്ത് വരുന്നു, അവിടെ നടക്കുന്ന കുറേ വിഷയങ്ങളും ഇയാൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും എന്തോ ഒരു മിസ്റ്ററി ഇയാളുടെ പിന്നിലുണ്ട്, ഇയാളുടെ വരവിന്റെ പിന്നിലും, അങ്ങനെയൊക്കെ ആയിട്ടൊരു
ഈ പറഞ്ഞ മിസ്റ്ററി ക്യാരക്ടേഴ്സിലുണ്ട് ഈ പടം ഫുള്ള്, പടത്തിന്റെ ത്രെഡിലും ഉണ്ട്, അതുപോലെ തന്നെ ഇയാളിലും ഉണ്ട്. ആ. അതാണ് എൻ്റെ ക്യാരക്ടർ. പറഞ്ഞ പോലെ കുറച്ച് ഡെപ്ത് ഉള്ള എല്ലാ, ഈ പറഞ്ഞ പോലെ ഈ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ് എല്ലാത്തിലും. കാരണം സിനിമയെ അങ്ങനത്തെ ഒരു കണ്ടന്റ്, അതിൻ്റെ റൈറ്റിങ്ങും അങ്ങനെ കുറച്ച് ഒരു അൺയൂഷ്വൽ ആണ്. അത്ര എളുപ്പമായിട്ട് സിമ്പിൾ സട്ടിൽ അങ്ങനത്തതല്ല. ഇറ്റ്സ് ക്വൈറ്റ് ഹെവി ഇൻ ഇറ്റ്സ് ഓൺ വേ. ആൻഡ് സോ വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കാൻ ചെയ്യുമ്പോൾ തന്നെ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ചില സട്ടിൽ ഇമോഷൻസ് ആയിരിക്കാം, പല ക്യാരക്ടേഴ്സും ചിന്തിക്കുന്ന രീതികളായിരിക്കാം. അതൊക്കെ എനിക്കൊരു പുതുമയായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. ഓക്കെ. കുര്യച്ചൻ, ഇത് കുര്യച്ചന്റെ POVയിലൂടെയാണോ കൂടുതലും ഈ സിനിമ സഞ്ചരിക്കുന്നത്? ഏത് കുറിച്ച്? അല്ല, ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ്. ആ, അങ്ങനെയാണോ? എല്ലാം നിങ്ങൾ പടം അല്ല, കണ്ടിട്ട് ഇങ്ങനെ ടാഗ്ലൈനും കൊടുത്തിട്ട് അപ്പൊ ആ കുര്യച്ചൻ ആരാണ്? നിങ്ങളുടെ കുര്യച്ചനെ പോലെ ഉണ്ടല്ലേ? എനിക്കൊന്ന് സന്ധ്യനെ കണ്ടിട്ട് കുര്യച്ചൻ കുര്യച്ചനാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ ആരുടെയെങ്കിലും ഒരു POVയിലൂടെ പോകുന്ന ഒരു ഇല്ലല്ല, മൂവിയാണ്. അങ്ങനെ POയിലൂടെ ഒന്നല്ല പോകുന്നത്. പക്ഷേ കുര്യച്ചൻ എന്ന് പക്ഷേ പറഞ്ഞാൽ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. അപ്പൊ കുര്യച്ചൻ ആരോ? സന്ദീപാണ് കുര്യച്ചൻ. അതെല്ലാം സർപ്രൈസ് അല്ലേ? അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് അനുഭവം ചെയ്യുക. നിങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ ഒരു വിനീതേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് ചില സിനിമകളെ ഒരു ആസ്വാദനത്തിന് ഒരു ഒബ്സ്റ്റാക്കിൾ ആക്കും. അപ്പൊ അതിനെക്കാട്ടും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ പടം കണ്ടിട്ട് അനുഭവിക്കുക, ഫീൽ. ഓക്കെ. എന്താണ് സന്ദീപിന്റെ ക്യാരക്ടർ ഇതിൽ? ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സും ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും വേറെ തന്നെ ഒരു സന്ദീപിനാണ് ഒബ്വിയസ്ലി ഇതിൽ കാണുന്നത്. അപ്പം എങ്ങനെയാണ് ഇതിലെ ക്യാരക്ടർ? അതെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഇതൊരു പീരീഡ് ഡ്രാമയാണ്, ചേട്ടൻ പറഞ്ഞ പോലെ. ഇതൊരു സ്ഥലം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അവിടെയുള്ള നാട്ടുകാർ, അവിടെയുള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റോറി നറേഷനാണ് സിനിമയിലോട്ട് പോകുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അത് 21-ാം തീയതി എന്താ പേര്? അല്ല, സാധാരണ ക്യാരക്ടേഴ്സിന്റെ പേര് പറയുന്നുണ്ട്, ഇവരാരും അത് പറയുന്നില്ല. അപ്പൊ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയാണോ? പേരിലൊക്കെ എന്തിരിക്കും. അതും ശരിയാ. ഈ ഇത് എവിടെ ലൊക്കേഷൻ? ഇടുക്കിയാണോ? ഇത് കാഞ്ഞാറ്, കുളമാവ്, ഉൾപ്പുണ്ണി എന്നെല്ലാം പറഞ്ഞ ഏരിയാസ് എനിക്കൊന്നും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എപ്പോഴും കേൾക്കാത്ത പേരാണ്. അപ്പോൾ ആ ഒരു പ്ലേസിൽ നിന്നും നമ്മൾ ഉള്ളോട്ടുള്ള പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അധികം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ഈ പേരുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റവും ഇന്റീരിയേഴ്സിലേക്കാണ് ഇത്, റെഫറൻസ് ആണ് ഈ പേര്. അതാണ് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ പ്ലേസിന്റെ കുളമാവുന്നു. പക്ഷെ അതിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയസ് പോയി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അൺഎക്സ്പ്ലോർഡ് ഏരിയാസ് ആണ് പലതും ഈ ചിത്രത്തില്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു അവിടേക്ക് ആൾക്കാർ പൊതുവെ അങ്ങനെയാണല്ലോ എത്തുന്നത്. അല്ലല്ല, എന്തായാലും അതിന് എന്താണ് ഒരു സ്ഥലത്തിന് നമ്മള് ഈ ഇതിന്റെ ലൊക്കേഷൻ ഹണ്ടിന്റെ സമയത്ത് നമ്മള് കേരളം ഒരുവിധം വെസ്റ്റ് ആൻഡ് ഗട്ട്സ് എല്ലാം നമ്മൾ കവറപ്പ് ചെയ്തതാണ്. പോയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഞാനും ബാവലും നമ്മളെ ടീമും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങും, ഇനോവ ഇറക്കി, പിന്നെ നമ്മൾ വിടുകയാണ്, ഞങ്ങൾ ഓടുകയാണ്. ഓടി കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടി, ചില ദിവസം മലകൾ കയറും, ഇങ്ങനെ കയറി അപ്പം ഷാഫി ചമ്പാടുണ്ടാവും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഒരു ദൂരെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ പറയണേ, നമ്മൾ ചില സ്ഥലത്ത് നമുക്ക് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പോയി ഓരോ സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കെട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഈ പ്ലേസ് നമുക്ക് ഓക്കെയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തും. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ എൻ്റെ പേരിലൊരു സ്ഥലമുണ്ട്. അത് എനിക്ക് പെട്ടെന്ന് പേരുകൾ ദിഞ്ചിത്ത് എന്തോ സംതിങ് പേരാണ്. ഓക്കെ, അത് ഞാൻ ഇപ്പം വെളിപ്പെടുത്തില്ല. ഓക്കെ, അപ്പൊ വേറൊരു സ്ഥലം നമ്മുടെ ജോബിൻ എന്ന് പറഞ്ഞ നമ്മുടെ അസോസിയേറ്റ് അവൻ കണ്ടുപിടിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ അതെന്താ എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ, അവൻ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ ദൂരെ നിന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ഫുൾ ഡ്രസ്സ് ഊരിയിട്ട് ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഓക്കെ അതേതോ പർട്ടിക്കുലർ നമുക്ക് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയി
നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഇത് മാർക്ക് ചെയ്തെന്ന് ഉടുപ്പൂരി മല എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പല മലകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മാർക്ക് ചെയ്തെന്നുള്ള കാരണം നമുക്ക് നാളെ ഇത് ചാർട്ട് ചെയ്യുമ്പോൾ പല മലകളും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പർട്ടിക്കുലർ പ്ലേസിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആ ലൊക്കേഷൻ പർട്ടിക്കുലർലി നെയിംഡ് ആസ് ഓക്കെ ദിസ് മല, നമുക്ക് ഈസിയായി മാറും. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇതുള്ളൂ, എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇതിന്റെ ശേഷമുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ലൈക്ക് അതിന്റെ പ്ലേസിന്റെ പെർമിഷൻ. ഇത് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പം ഗുണ കേവ്സ്, ഗുണ ഷൂട്ട് ചെയ്ത സ്ഥലം, അതുപോലെ ഇത് എക്കോ ക്ലിഫ് ഉടുപ്പുഴി മലയോ, ആ പോകുന്ന ടൂറിസ്റ്റിന് ഗൈഡ്സ് അത് ആ ക്ലിഫ് എക്കോ ക്ലിഫാണ് കേട്ടോ. അവിടെയാണ് പടം ഡെഫിനറ്റ്ലി ആ ലെവലിലേക്ക് വരും. അപ്പൊ എങ്ങനെയാണ് ഈ ദിൻജിത്ത് ആ ഒരു പേര് ആ ഒരു സ്ഥലത്തിന് വരാനുള്ള റീസൺ? ഞാൻ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണോ? അതാണ് ഞാൻ പറയുന്നത്. ഓരോ ടീം അംഗം ആരാണ് പോയി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അവരുടെ പേരിലാണെങ്കിൽ ആ മല ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് നെയിം. അപ്പൊ അതാണ് ജോബി എന്താണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് കണ്ടത്, അപ്പൊ ആ ഒരു പേരിട്ടു എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് പെട്ടെന്ന് ഓക്കെ ആ മല അല്ലെങ്കിൽ ഈ മല, അങ്ങനെ ഒരു ജോബിയൻ പേരിട്ട പേരാണ് എന്റെ പേര്. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. അതാണ് ആ സീക്വൻസ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ മലേനെ പെട്ടെന്ന് ഈ മലയിലാണ് ഈ സീക്വൻസ്, ഈ മലയിലാണ് ഈ സീക്വൻസ്, ഈ ക്ലിഫിലാണ് ഈ സീക്വൻസ്. എനിക്കൊന്ന് ഗൈഡ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പേരുകള്. ദിൻജിത്ത് മറ്റേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റിൽ നിന്ന സ്ഥലമൊക്കെ ടൂറിസ്റ്റ് പോയിന്റ് ആയി മാറും. അല്ല സോറി, സന്ദീപ് നിന്ന അതെ അതിന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം കൂടുതലും കാടിന്റെ ഉള്ളിലും മലകളുടെ മേലെയും ഒക്കെ ആയിരുന്നല്ലോ കൂടുതൽ സമയം ഷൂട്ടും. പൊതുവെ കേട്ടിട്ടുണ്ട് കാടിന്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അട്ടകടി അതുപോലുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന്. അങ്ങനെ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെയിലി റുട്ടീനാണ് അട്ടകടിക്കുക പോവാന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ പോയപ്പോ നമുക്ക് മനസ്സിലായി ഓക്കെ നിക്കാൻ പറ്റില്ല. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് പ്രൊഡക്ഷൻ മറ്റൊരു കെട്ട് ഉപ്പായിരിക്കും ആദ്യം വരിക. ഉപ്പ് വരും, മറ്റേ ഉപ്പ് വെള്ളം കലക്കി നമ്മളൊരു ബോട്ടിലാക്കി വെക്കും. പിന്നെ സാനിറ്റൈസർ എല്ലാവരുടെയും ഉണ്ടാവും. അപ്പൊ കടിക്കുമ്പോ തന്നെ അടിച്ച് താഴിടുക. ചിലവർക്കൊക്കെ ഇൻഫെക്ഷൻ ആയി. ഇപ്പോഴും ഓർമ്മയിട്ട് ഏതൊരു ആള്, എനിക്ക് പേര് മറന്നു, അയാള് ഉപ്പ് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ചെറിയ ഈ ഭാഗം ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് ഒരു തുണിയില്, രണ്ട് കാലിലും ഉപ്പിന്റെ ഒരു ബഞ്ച് ഓഫ് ഉപ്പ് കെട്ടിയിട്ട് നടക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കേറില്ല. അതേപോലെ തന്നെ ഈ തുണിയിലെ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി, അപ്പൊ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് കേറില്ല. അപ്പൊ ഇവിടെ ഒരു ബൗണ്ടറി കെട്ടി അങ്ങനെയൊക്കെയാണ് ആൾക്കാർ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളെ ആക്ടേഴ്സിന് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ബൂട്ടും ഷൂസും സോക്സും അതിന്റെ ഉള്ളില് ഇയാള് കയറിപ്പോ ഇത്ര ഉണ്ടായിരുന്നു. കഴുത്തിലൊക്കെ കയറി തിരിച്ച് കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു പക്ഷെ ലക്കിലി എനിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ഇത്ര ഉള്ളൊരു എന്റെ ഈ ടോസിന്റെ ഇടയില്. അതായത് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മളെ ലൊക്കേഷന് കാരവാനിൽ വന്ന് ഇതാ കഴിക്കുമ്പോ ഒരാളിങ്ങനെ കിടന്നുറങ്ങാൻ ഇത്രയായിട്ട് കംപ്ലീറ്റ് ബ്ലഡും കുടിച്ചിട്ടുണ്ട്. അല്ല ആദ്യം കടിക്കുമ്പോ അതിന്റെ ഒരു വിഷമമുള്ളൂ, പിന്നെ നമുക്ക് യൂസ്ഡ് ആവും. അല്ല പക്ഷെ അത് പലർക്കും അത് ഭയങ്കര അലർജിക് ആണ്, ഇൻഫെക്ഷൻ വരും, പെട്ടെന്ന് സെപ്റ്റിക് ആവും. അത് അവിടെ തന്നെ 2-3 പേർക്ക് പനിയൊക്കെ വന്നിരുന്നു. ചിലർക്ക് അത് ഭയങ്കര പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറും. സം പീപ്പിൾ. എനിക്ക് ഭാഗ്യത്തിനൊന്നും ഉണ്ടായിട്ടില്ല. അതെ. ചേട്ടനോ? എനിക്ക് ഇങ്ങനത്തെ കാടുകളിലെ സീക്വൻസിനെക്കാട്ടിലും എനിക്ക് കുറച്ച് കൂടിയും റോഡിലുള്ളത് എനിക്കാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് അധികം അട്ടകടി കൊള്ളേണ്ടി വന്നിട്ടില്ല. ഈ പടത്തിൽ റോഡൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, റോഡ് പോലെ തോന്നിപ്പിക്കുന്ന ഏതൊരു സ്ഥലം. എനിക്കൊരു പ്രശ്നമുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് മതിയായിരുന്നു എന്റെ ടെൻഷൻ. ബ്രേക്കൊക്കെ കുറഞ്ഞു, ബ്രേക്ക് ഇല്ലാത്ത നല്ല ബ്രേക്കുള്ള ആ വണ്ടിയാണോ പോസ്റ്ററിൽ കാണുന്ന ജീപ്പ്? ജീപ്പല്ല, പിന്നിലുള്ളൊരു അതിന്റെ ബ്രേക്ക് ഓയിലിൽ കൂടെ അതിന്റെ ഓണർ അതിന്റെ പിന്നാലെ ഞങ്ങളുടെ കൂടെ വരും ബ്രേക്ക് ഓയിലും വെച്ചിട്ട്. കാരണം ബ്രേക്ക് ഇല്ല. ഇത് അത് നല്ല പ്രഷർ തന്ന ഒരു ടെൻഷൻ തന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. അത് പടം കാണുമ്പോൾ മനസ്സിലാവും.
ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇത്? ഒരു ട്രക്കിംഗ് കൂടി ആണല്ലോ ഇപ്പോ, മലകളുടെ മേലെ കയറണം. അപ്പൊ അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല രസമായിരിക്കും. നിങ്ങക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ പൊതുവെ? അല്ല, നമ്മളെല്ലാം എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്തത്. ഞാൻ മൗണ്ടൻ പേഴ്സൺ ആണ് ബേസിക്കലി. പക്ഷെ ഈ സിനിമ കഴിഞ്ഞ ഉടനെ ഞാൻ അത് താൽക്കാലികമായി ഒന്ന് മാറ്റി വെച്ചു. കാര്യം സാധാരണ നമ്മൾ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ മോസ്റ്റ്ലി പോകുന്നത് എവിടെയെങ്കിലും മൂന്നാറോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇമ്മീഡിയറ്റ്ലി പോകും. ഇത് അവിടെ നിന്നാണല്ലോ വരുന്നത്. എനിക്ക് ഏതെങ്കിലും എടപ്പള്ളി സിഗ്നലൊക്കെ കണ്ടാവുന്നത് അതാണ്. അതെ, എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എൻജോയബിൾ ആയി ചെയ്യാൻ പറ്റും. സിനിമ കാണുന്നവർക്ക് ഇതൊരു വിഷ്വൽ ട്രീറ്റ് കാണാത്ത സ്ഥലങ്ങളും മഞ്ഞ് ഫുള്ള് മഴയില്ലെങ്കിലും മഞ്ഞുണ്ടാവും. ക്ലൈമറ്റ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പ്രൊഫഷന്റെ ഒരു ഭംഗി അതാണ്. അത് നമുക്കിപ്പോ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതായത് ആരും പോവാത്ത ഏരിയയിലാണ് നമ്മൾ പോയി നിന്ന് അതിങ്ങനെ എക്സ്പീരിയൻസ് കിട്ടാത്ത പെർമിഷൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നേച്ചറിന്റെ ഒരു മെസ്മറൈസിങ് ഹൗ നേച്ചർ എന്താണ് പ്രകൃതി എന്നുള്ളത് നമുക്ക് അവിടെ പോകുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറും അതിന്റെ ലൊക്കേഷനാണ്. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. കൂടുതലും നേച്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നതും ഈ സ്ഥലം ഏതാണ്, ഇങ്ങോട്ട് എങ്ങനെയാ പോവാ, അങ്ങനെയായിരിക്കും. അല്ല, ഇതില് ലൊക്കേഷൻ ഇസ് എ വെരി പ്രോമിനന്റ് ക്യാരക്ടർ. വെരി പ്രോമിനന്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി ലൈൻ. സബ്ജക്ട് ലൈൻ വെച്ചിട്ട് ഇങ്ങനത്തെ അല്ലാത്ത ലൊക്കേഷനിൽ ഇത് പറ്റില്ല. ജനങ്ങൾ അങ്ങനെ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് പറ്റില്ല. ഓക്കെ, അത് ശരിയാണ്. ഇടപ്പള്ളി സിഗ്നലിൽ പറ്റൂല. ഓക്കെ, ഇപ്പൊ എക്കോ എന്ന് പറയുമ്പോൾ നോർമലി ECHO ആണല്ലോ. അപ്പം ടൈറ്റില് സ്പെല്ലിങ്ങിലും EKO അതാ ഒരു പ്രൊനൗൺസിയേഷൻ്റെ ആണോ? അല്ല, എക്കോ ഞങ്ങൾക്ക് ഈ പേരിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പേരിൻ്റെ കാര്യത്തിൽ ഈ പേര് വരുന്നവരെ കുറേ നോക്കി, അങ്ങനെ നല്ലൊരു പ്രോപ്പർ പേര് കിട്ടാതെ ഇങ്ങനെയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഈ ടൈറ്റിൽ റിവലേഷൻസ് സമയത്താണ് ഒരു 1 വീക്ക് ബാക്കാണ് നമുക്ക് ഈ പേര് കിട്ടിയത്. അപ്പോൾ എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി ഇങ്ങനെയുള്ള അതിൻ്റെ മീനിങ്. പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ്, നമ്മൾ പല ലാംഗ്വേജ് പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെല്ലാം നമ്മുടെ പടവുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ EKO എന്ന് പറഞ്ഞാൽ പ്രൊണൗൺസിയേഷന് വേണ്ടിയിട്ട് ഇട്ടതാണ് EKO. അപ്പോൾ അതിലും പല ചില ലാംഗ്വേജ് എക്കോ തന്നെയാണ്. അപ്പം കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഇതാണെന്ന് വിചാരിക്കുന്നു. ആനിമൽ ട്രിലോജിയോ അങ്ങനെ എന്തോ ബേസ് ചെയ്തിട്ടുള്ള അത് ബാഹുലിന്റെ ഇതാണ്. ബാഹുലിന്റെ 3rd ഫൈനൽ റൈറ്റിംഗ് ഓഫ് ആനിമൽ ട്രിയോളജി. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ കിഷ്കിന്ധ ഉണ്ടായിരുന്നു, മങ്കീനെ വെച്ച് നമ്മൾ ചെയ്തു. സെക്കൻഡ് ക്രൈം ഫയൽസ്, അതേപോലെ തന്നെ ക്രൈം ഫയൽസിലും നായ്ക്കളുണ്ടായിരുന്നു. ഇതിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു ട്രയോളജി എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പടം ഇപ്പോൾ നാളെ ഇത് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പടം കണ്ടാൽ ബാക്കി പടങ്ങൾ കാണാനുള്ള ഒരു തുറയുണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പാക്കേജ് ആണിത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ പേര് പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും ഇത് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓക്കെ ഇത് ചെയ്യാം എന്ന് തോന്നിയ ആ ഒരു ഫാക്ടർ എന്തായിരുന്നു? സിനിമ ക്യാരക്ടർ ടീമാണ് കേട്ടോ. ആദ്യമേ രഞ്ജിത്തേട്ടനും ബാബുലേട്ടനും വിളിക്കുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഓൾറെഡി എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെ ഞാൻ പോയത്. പക്ഷെ ഡെഫിനറ്റ്ലി സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ അത് അടിപൊളി രസമാണ്. അത് വായിക്കാനും ഭയങ്കര രസമാണ്. നമ്മള് സിനിമ കാണുന്ന പോലെ തന്നെ ഇരിക്കും നമ്മൾ വായിക്കുമ്പോൾ. അത്രയും ഇമാജിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാബുലേട്ടൻ അത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കാര്യം ഇതിന്റെ ഡയലോഗ്സും കുറച്ചും കൂടെ ഒരു ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി പാറ്റേൺ അല്ല. ഇപ്പൊ ഞാൻ ചെയ്തിരുന്ന സിനിമകളെല്ലാം കൊളോക്കലി നമുക്ക് സംസാരിക്കാം, എങ്ങനെ വേണം സംസാരിക്കാം, നമുക്ക് ബിഹേവ് ചെയ്താൽ മതി, നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ ആ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചി സ്ലാങ് ഉണ്ടാവും, അല്ലെങ്കിൽ കോട്ടയം, അങ്ങനെ പല സ്ലാങ്ങുകളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ചും കൂടെ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം ഡയലോഗൊക്കെ. അതും നല്ല വലിയ വലിയ ഡയലോഗ്. അപ്പൊ ബാഹുലേട്ടനെ സംബന്ധിച്ച് ഒന്നൊരു കുത്തും കോമയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ശരി പ്രശ്നമാണ്. അപ്പൊ കൃത്യം എന്താണ് എഴുതി വെച്ചാൽ അത് തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അടിപൊളി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു പ്രോസസ്സിൽ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ പറഞ്ഞ അതൊക്കെ നിനക്ക് പറ്റൂടാ ഉള്ളൊരു കോൺഫിഡൻസ് അവർ എന്തായാലും എനിക്ക് തന്നു. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ, ഈ പൊതുവെ ഇപ്പം ഇങ്ങനൊരു ലൊക്കേഷൻ ഇതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിസ്ക് ഫാക്ടേഴ്സും കൂടുതലാണല്ലോ. അപ്പം
അപ്പൊ അങ്ങനെ ഭയങ്കര റിസ്കിലൂടെ കടന്നുപോയ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ട്. അതേ ഉള്ളൂ. അതേ ഉള്ളൂ. എന്നാല് അല്ല, നിങ്ങൾ വിഷ്വലി കാണുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാം. ബിഹൈൻഡ് ദ ക്യാമറ ഒരുപാട് റിസ്ക് ഉണ്ട്. നമുക്കിപ്പോ എന്താ പറയാ, ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോ മഞ്ഞ് വന്ന് ഭയങ്കരമായിട്ട് മൂടും. അപ്പൊ നമ്മള് നമ്മള് കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കാം, മുണ്ടൊക്കെ കൊടുത്തായിരിക്കും നിൽക്കുക. അപ്പൊ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് എക്സ്ട്രീം ക്ലൈമറ്റ് ആയിട്ടുള്ള സമയത്താകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ തന്നെ പോകുന്നത്. അപ്പൊ മഞ്ഞൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോഴായിരിക്കും മഴ വരുന്നത്. പിന്നെ മഴ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാന്ന് പറയുമ്പോൾ ഇടിമിന്നൽ വരും. അപ്പൊ അങ്ങനെ നമ്മള് എപ്പ ഷൂട്ട് ചെയ്യും എന്നുള്ള ടൈറ്റിൽ പോസ്റ്റർ പോലും അതില് സന്ദീപിന് നിൽക്കുന്നത് ഭയങ്കര ക്ലിഫിലാണ്. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് താഴെ അത്രയും ഡീപ്പ്. ആ ക്ലിഫ് നമ്മളെ ഫോട്ടോയിൽ കാണുമ്പോ കുറച്ച് സ്പേസ് ഉള്ള പോലെ തോന്നും. പക്ഷെ അത് ഇങ്ങനെയാ നിൽക്കുന്നത്, സ്ലോപ്പാണ്. അപ്പൊ ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ആക്കിയാൽ നമ്മളോട് അപ്പൊ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്. അപ്പൊ ദിനിച്ചേട്ടൻ പറയട്ടെ, എടാ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ ചോദിക്കണം. ഞാൻ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിനിമ മുന്നോട്ട് പോകില്ല. അപ്പൊ ആ ഒരു സ്ഥലത്താണ് എന്നെ പിടിച്ച് നിർത്തിയത്. അപ്പൊ എനിക്ക് അതൊക്കെ ഞാൻ ലൈഫിൽ കാര്യം, നമ്മള് കൂട്ടുകാരുടെ കൂടെയും വീട്ടുകാരോടെയും പോകുമ്പോ അവര് ആദ്യം പറയുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങോട്ടൊന്നും പോരുത്, മലയാള അറ്റത്തൊന്നും പോരുതെന്നാണ്. ഇവര് പറയുന്ന നേരെ തിരിച്ചാ, ഒന്ന് അവിടെ പോയി നിൽക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കുറച്ച് പേടിയുണ്ടായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ എനിക്കൊന്ന് വിനീതേട്ടൻ ഇപ്പൊ ഇതേപോലെ കുറെ ഡേഞ്ചറസ് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത്, ഇപ്പൊ മഴവില്ലിലും ഒരു സീൻ വണ്ടിയിൽ ഇങ്ങനെ കൊല്ലുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയിൽ ഇതേപോലെ ഇപ്പൊ സന്ദീപ് പറഞ്ഞ പോലെ അങ്ങനെ പേടി തോന്നിയ ഏതെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, റിസ്ക് ഫാക്ടർ ഉണ്ട് പല സ്ഥലത്തും. പക്ഷെ അങ്ങനെ പേടി എടുക്കും. എല്ലാവരും സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്. യൂണിറ്റ് ആയാലും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഹോൾ ക്രൂ എല്ലാവരുടെയും. ഇപ്പൊ എന്റെ മാത്രമല്ല, എല്ലാവരുടെയും സേഫ്റ്റി. ലൈറ്റ്മെൻ ഇങ്ങനത്തെ വളരെ ഡീപ്പായ ചില സ്ഥലങ്ങളിലാണ് അവർ ലൈറ്റ്. ഇപ്പൊ അവരോട് നമ്മൾ പ്രത്യേകിച്ച് പറയും, സൂക്ഷിക്കണം, ബാക്കോട്ട് അങ്ങോട്ട് നോക്കാതെ പോകരുത്. സോ ഇതൊരു മ്യൂച്വൽ ഒരു ഇതാണ്, കെയർ ഫോർ എവ്രിബഡി. സോ അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെയാണ്, അല്ലാണ്ട് ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ കയറിപ്പോയി. ഇതിനൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് എല്ലാ പടത്തിനും അങ്ങനെയാണ്. നമ്മൾ ആ സേഫ്റ്റി എലിമെന്റ് നോക്കും തീർച്ചയായിട്ടും. എല്ലാവരുടെതും ജസ്റ്റ് ദ ഹോൾ ക്രൂ ഹാസ് ടു ബി സേഫ്. അതാണ്. പക്ഷെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മലയും ഇതെല്ലാം ഉപരി ഈ മഴയും കാറ്റും ഹെവി വിൻഡും ഇതായിരുന്നു, മിന്നലും. അപ്പോൾ ആ സമയത്തെല്ലാം ഷൂട്ട് ചെയ്തത് ഭയങ്കര റിസ്കി. നമുക്ക് വേറെ ആ ടൈമിൽ നമ്മൾ ആ ഒരു പ്ലേസിൽ എത്തിപ്പെട്ടു. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മഴയും. അപ്പോൾ നമ്മൾ ഓർമ്മയുണ്ടോ, ഫുള്ള് മരത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറയുക, ഇടിയും മിന്നലും അത്ര ഹെവി ആയിട്ട് ഇടിയും മിന്നലും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് ഇറങ്ങാനും പറ്റില്ല. അപ്പൊ നമ്മള് അവിടെ നിൽക്കേണ്ട വഴിയുള്ളൂ. ആ റിസ്കിൽ മിന്നല് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് വന്ന് എല്ലാം ഓപ്പൺ സ്പേസ് ആണല്ലോ. അപ്പൊ താഴെ പോവാന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക് ആണ്. അതിന് 1 മണിക്കൂർ വേണം താഴെ ഒന്ന് ഇറങ്ങി പോയി ഒന്ന് സേഫ് ആയിട്ട് പിടിക്കാൻ. ഈ മൊട്ടക്കുന്നിൽ നമ്മൾ നിൽക്കുന്നു, കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ള എനിക്കാണ്. അത് എനിക്കായിരിക്കും അടിക്കുക. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എക്കോ എന്നാലും ചെറുതായിട്ട് എന്താണ് എക്കോ എന്ന് ചോദിച്ചാല് ഒരു മൂവിയാണെന്ന് പറയരുത്, അതല്ലാണ്ട് സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒരു അതന്നെ. ഇതൊരു പീരിയോഡിക് മിസ്റ്ററി ഡ്രാമയാണ്. ഇതില് അതന്നെ നമ്മളൊരു സ്റ്റോറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി വേൾഡിലൂടെ പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിലൂടെ വേറെ ആൾക്കാരെ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു മിസ്റ്ററിയും കാര്യങ്ങളും അൺഫോൾഡിങ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവം. അതിൽ നായ്ക്കളുണ്ട്, ജീവജാലങ്ങളെല്ലാം ഉണ്ട്, ഫുൾ എൻവിറോൺമെന്റ് ഒരു പാക്കേജ്. ഇപ്പൊ പ്രേക്ഷകർ എക്കോ കാണുമ്പോ ഇതായിരിക്കണം അവര് അതായത് നമ്മളെ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതെന്തായിരിക്കും ഒരു ടീം എക്കോ? ഹാർട്ട്ഫെൽറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കണം. സോൾഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തു ആ വേൾഡിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി അവർക്ക് തോന്നും. കണക്ട് ചെയ്യണം അവര്, ഒരു ആത്മബന്ധം വരിക എന്ന് പറയില്ല, അതാണ് സോൾഫുൾ. അതുണ്ടാവണമെങ്കിൽ ആ കണ്ടന്റ് ഹാസ് ടു ബി വെരി സ്ട്രോങ് ആയിരിക്കും. എല്ലാം ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു ക്യാരക്ടറും അങ്ങനെ വെറുതെ നമ്മളങ്ങനെ ജസ്റ്റ് വന്നു പോയി അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിനൊരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു സോൾ. ഓക്കെ, ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകണം.
ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഒരു റാപ്പിഡ് ഫയർ പോലെ ചോദിക്കും, അപ്പോൾ പെട്ടെന്ന് വിടുന്ന ആൻസേഴ്സ് പറഞ്ഞു. ഇല്ല, ചെറുത്. ഇപ്പം കുര്യച്ചൻ ആരാന്ന് പറയാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ കുര്യച്ചൻ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പട്ടിയാന്നൊന്നും പറയരുത്. സപ്പോസ് കുര്യച്ചൻ ഒരു ഹ്യൂമൻ ക്യാരക്ടർ ആണെങ്കിൽ, കൊരങ്ങാണെങ്കിലോ? ആണോ? ഒന്നും പറയാൻ പറ്റില്ല. ചോദിക്കുന്നില്ല. ഇപ്പൊ ഡയറക്ടറിന് ഈ 3 പേർക്ക് ഒരു സൂപ്പർ പവർ കൊടുക്കാൻ, അതായത് സിനിമയിലെ ഇവരുടെ ക്യാരക്ടേഴ്സിന് ഒരു സൂപ്പർ പവറും കൂടി കൊടുക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഓരോരുത്തർക്ക് എന്ത് സൂപ്പർ പവർ കൊടുക്കും? അയ്യോ, ഓൾറെഡി നമ്മൾ സൂപ്പർ ഹീറോസ് അല്ല, എന്നാലും ആദ്യം സൂപ്പർ പവർ പുള്ളിക്കൊരു സൂപ്പർ പവർ ആദ്യം ഉണ്ടാക്കാൻ. നോ കമന്റ്സ് ആണോ? അല്ല, പറഞ്ഞ പോലെ ദിജിത്തോടെ എല്ലാം സൂപ്പർ അല്ല, സദ്യ പറഞ്ഞ പോലെ ഒരു അണ്ടർലൈൻ സൂപ്പർ പവർ ഉണ്ട് ഇവർക്കെല്ലാം, എല്ലാ കഥാപാത്രങ്ങൾക്കും. എക്സ്ട്രാ കൊടുക്കാനൊന്നുമില്ല. ഓക്കെ. ഈ സെറ്റില് ഇപ്പൊ നിങ്ങളോട് ഒരുപാട് ആക്ടേഴ്സ് വേറെ ഉണ്ട്, അപ്പൊ ഒരു അൺപ്രഡിക്റ്റബിൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്ന് ഓരോ ആക്ടേഴ്സും അതിൻ്റെതായിട്ടുള്ള ചില സീക്വൻസ് എല്ലാം നമുക്ക് ഭയങ്കര ഇപ്പോഴും നമ്മൾ മനസ്സിലിരിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് പടം കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. അതായത് പടം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി കാണേണ്ടി വരും. തീർച്ചയായിട്ടും. ശരി. ഈ അതായത് ഇതുപോലത്തെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹൈറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല. എല്ലാവർക്കും ഇപ്പൊ കാടിന്റെ ഉള്ളിൽ പേടി തോന്നുന്ന ആൾക്കാരുണ്ടാവില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായ ആർക്കായിരുന്നു? അല്ല, ഇത് ഒരു വർക്ക് പ്രോസസ്സിലാണ്. നമ്മുടെ ഫോക്കസ് ഇസ് ഓൺ വർക്ക്. അങ്ങനെ പേടി, ബിക്കോസ് യു ആർ ഓൾ ടുഗദർ. ഒറ്റയ്ക്ക് പോയി എനിക്ക് പേടിയും. അല്ല, ആൾക്കാരുണ്ട് എന്നല്ല, ഇതിന്റെ പ്രയോറിറ്റീസ് നമ്മുടെ വർക്ക്, ഷൂട്ടിംഗ് അല്ലേ സന്ദീപ്? അതെ, അല്ല, നമ്മൾ ഹ്യൂമണല്ലേ, നമ്മളെല്ലാം ഓക്കെ. ചില കാര്യത്തിൽ ചിലയിടത്തിലെല്ലാം നമുക്ക് ഇപ്പൊ മിന്നലിൽ എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് ഓർമ്മയിട്ട് ഇപ്പോഴും ആ സമയത്ത് നമ്മളിങ്ങനെ ഇപ്പൊ ആർക്കെങ്കിലും അത്രയും ക്രൗഡാണുള്ളത്. ക്രൂ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സെറ്റല്ലേ. അപ്പൊ ഇതില് ഒരാൾക്ക് എന്ത് പറ്റിയാൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയോ, എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചില്ല, എല്ലാം നല്ല രീതിയിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടി മിന്നൽ വന്നുകൊണ്ടിരിക്കുന്നു, ഇവർക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ടെന്റ് ഉണ്ടായിരുന്നു, ഈ ടെന്റ് പൊക്കി പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങി. ഏതാ ഒരു മല കയറി ഇറങ്ങി, 2ാമത് മല ഇറങ്ങിയിട്ട് വേണം റോഡിലെത്താൻ. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് പോകാനും പറ്റില്ല. ഞങ്ങളെല്ലാം എങ്ങനെയല്ലോ ഒരു ടെന്റിലേക്ക് കയറി, നെക്സ്റ്റ് ടെന്റ് ഇങ്ങനെ, പിന്നെ നോക്കുമ്പോൾ ടെന്റ് മൂവ് ചെയ്യുന്നതാണ്. അപ്പം തന്നെ ഞാൻ എല്ലാവരോടും പറയാം, പോവല്ല പോവല്ല എന്ന് പറഞ്ഞാൽ ഇവര് കയറുന്നത് മലയല്ല, അപ്പോൾ ഹൈറ്റിലേക്കാണ് പോകുന്നത്. ഹൈറ്റ് ഭയങ്കര ഡേഞ്ചറാണ് മിന്നലില്. അപ്പൊ ഇതിങ്ങനെ കയറി പോകുമ്പോൾ ഞാനിപ്പോഴും എൻ്റെ അടുക്ക് വീഡിയോ ഉണ്ട്. ഞാൻ വെറുതെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുത്തു വീഡിയോ. എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിന്നലടിച്ചു. അതിൻ്റെ ഒരു വീഡിയോയിലുണ്ട്. അത് സന്ധ്യയുടെ കാണിച്ചു തന്നെയായിരുന്നു. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ശരിക്കും ഞെട്ടി. ഞാൻ അപ്പം എൻ്റെ കൈ ഷെയ്ക്കായി കണ്ടിട്ട്. ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ആലോചിച്ചൊക്കെ, അതിലൊരു എനിക്കൊന്ന് ഒരു 25 മെമ്പേഴ്സ് ഉണ്ടാവുന്നു ഒരേ ടെൻഷന്. ഒരാൾക്ക് ഒന്നുമില്ല, ജസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ. അങ്ങനത്തെ നമ്മുടെ ഇവിടെ ആ ടൈലർ ചെയ്യുന്ന ചേട്ടന് അടിച്ചില്ലേ? ഒരാൾക്ക് അടിച്ചു, പക്ഷെ അധികമല്ല, കൈ ഭയങ്കര വേദനിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനൊന്നും. നീ അതിലുണ്ടായിരുന്നില്ല, ആ ടെന്റിലുണ്ടായിരുന്നില്ലേ? ഞാൻ അപ്പുറത്തെ വേറൊരു ടെന്റിലായിരുന്നു. ഞാൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ഒരു കാട്ടിൽ അകപ്പെട്ടു പോവാണെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള ആരായിരിക്കും? ഈ ടീമാണെങ്കിൽ എല്ലാവരും സർവൈവ് ചെയ്യും. ഈ ടീമിന്റെ ഒരു കാര്യം, ഈ സിനിമ പോസിബിൾ ആവുന്നത് ഒരാൾ ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല. ഇതില് ഏറ്റവും താഴെ നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയിലാണ് ഈ സാധനം നിന്നത്. അപ്പോൾ ഓക്കെ. ഇപ്പോ എക്കോ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ സെഗ്മെന്റ് ഞാൻ ജസ്റ്റ് ചോദിച്ചിരുന്നു. പൊതുവെ എക്കോ എന്ന് പറയുന്നത് നമ്മളെ പറയുന്നത് തിരിച്ച് അതേപോലെ തന്നെ വരുന്ന ഒരു സാധനമാണല്ലോ.
അപ്പോൾ സിനിമയുടെ ടീസറൊക്കെ കാണുമ്പോഴും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഹാർഡ് വർക്ക് എല്ലാം ആ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു വിഷ്വൽ ട്രീറ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടട്ടെ, അതേ ഒരു എക്കോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്കോ. ആൻഡ് വളരെ വലിയൊരു വിജയമാവട്ടെ. കിഷ്കിന്ധാകാന്ഡം പോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.